ഹലോ ഗൈസ്, പുറത്ത് നല്ല മഴയല്ലേ. ഇന്നൊരു ഈവനിങ് വ്ളോഗ് ആയാലോ. കുറച്ച് നാളായി വ്ളോഗൊക്കെ എടുത്തിട്ട് ഞാൻ യൂട്യൂബിലാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചെയ്യാറില്ല. അപ്പോൾ ഫേസ്ബുക്കിൽ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു വ്ളോഗ് ഇട്ടാലോ എന്ന് ആലോചിച്ചു. ഇപ്പോൾ ഈവനിങ് ആയപ്പോൾ ഒന്ന് പഴംപൊരി ഉണ്ടാക്കാമെന്ന് കരുതി. കുറച്ച് ദിവസമായിട്ട് ഇവിടെ പഴം വാങ്ങി വെച്ചതിരിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞൂസിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. കുഞ്ഞൂസ് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാൻ സ്നാക്സൊക്കെ ആക്കി കൊടുത്തുവിടാറുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് ആൾക്ക് പനിയും ചുമയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയില്ല. ഇപ്പം നമ്മൾ എണ്ണയിൽ പൊരിച്ച സാധനങ്ങളൊക്കെ പനിയുള്ളപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ദഹിക്കാൻ പാടായിരിക്കും, പിന്നെ വയറിന് അസ്വസ്ഥത, അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. പക്ഷെ ഞാനിത് നോക്കിയപ്പോൾ പഴം കറുത്തിരിക്കണം. ഇനിയിപ്പോൾ അത് ആരും തിന്നില്ലെങ്കിലോ എന്ന് ഓർത്ത് ഞാനത് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോയി. കുഞ്ഞൂസിനാണെങ്കിൽ ഇന്ന് ചെറിയൊരു കുറവുണ്ട് പനി. ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ആൾ ഉഷാറായിട്ടുണ്ട്. ഞാൻ പഴംപൊരി ഉണ്ടാക്കണം കണ്ടിട്ടാണ് രണ്ടുപേരും അവിടെ കിടന്ന് ഗുസ്തി ഉണ്ടാക്കുക ഉണ്ടോ. 5 മിനിറ്റ് ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അങ്ങനെ ഗുസ്തി ഉണ്ടാക്കി നൂലോളിക്കാന്ന് വേണതേ. അപ്പയ്ക്കും കരച്ചിലും വന്നു ആള്. ഞാൻ എന്തായാലും പഴംപൊരി ഉണ്ടാക്കി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിട്ടോ. മധുരം ഇച്ചിരി കുറവാണ്. ഞാൻ കരുതി പഴുത്തിട്ടുള്ളതുകൊണ്ട് നല്ല മധുരമായിരിക്കുന്നത്, പക്ഷേ മധുരം കുറച്ച് കുറവാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കെറ്റിലിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചു. ഞാൻ അന്നൂസിനെയും കുഞ്ഞൂസിനെയും കുളിപ്പിക്കണം. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കുളിക്കാനായിട്ട്. അവരുടെ കുളിയും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞാലേ എനിക്കൊന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ചായ വെക്കണം, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പോഴേക്കും ചേട്ടൻ വരുമായിരിക്കും. അപ്പം ഞാൻ അവരെ കുളിപ്പിക്കാനായിട്ട് എണ്ണ തേപ്പിക്കാൻ വേണ്ടി ഡ്രസ്സ് പോയപ്പോഴേക്കും ഇവിടെ കളിപ്പാട്ടങ്ങളൊക്കെ നിരത്തിയിട്ട് എനിക്കുള്ള പണി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എണ്ണക്കുപ്പിയും കൊണ്ട് വന്ന് എണ്ണ ഇടാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും അന്നൂസ് ഇനി ഓട്ടം തുടങ്ങും. അന്നൂസിനെ എണ്ണ ഇടിപ്പിക്കാൻ ഭയങ്കര പാടാണ്. പിടിച്ച് നിർത്തിയാലും നിൽക്കില്ല. ആളിങ്ങനെ കുതിറി ഓടിക്കൊണ്ടേയിരിക്കും. കുറച്ച് എടുത്തും കൊണ്ട് ഞാൻ എണ്ണ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ആളോട് എവിടെയെങ്കിലും പോയി ഒളിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്ക് മടിയാണ് എണ്ണയിട്ട് കുളിപ്പിക്കണ കാര്യം. ഞാൻ എണ്ണയും കൊണ്ട് ഇങ്ങനെ ലോകം മുഴുവൻ ഓടി നടക്കണം. കുഞ്ഞാപ്പിക്ക് പനിയും ചുമയൊക്കെ ആയതുകൊണ്ട് എണ്ണ നിന്ന് തൊടിക്കേണ്ട, തല നനയ്ക്കാതെ കുളിപ്പിച്ച്. അങ്ങനെ അന്നൂട്ടിയുടെ കുളി കഴിഞ്ഞു. അന്നൂട്ടിയുടെ കുളി കഴിഞ്ഞ് ഞാൻ ഉടുപ്പെടുക്കുമ്പോഴേക്കും ചേട്ടൻ വന്നു. ചേട്ടനെ ഇന്ന് പതിവില്ലാണ്ട് ഫോൺ വിളിക്കാണ്ട് നേരത്തെ വന്നു. അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് വന്ന ആളാണ്. അതിൻ്റെ ഇടയിൽ ഞാനും കുളിച്ചു. ചേട്ടൻ ഫോൺ വിളിക്കാതെ വന്നതുകൊണ്ട് ഒരബദ്ധം പറ്റി. ഞാനിവിടെ പഴംപൊരി ഉണ്ടാക്കിയതറിയാതെ ചേട്ടനും പഴംപൊരിയും സമൂസയൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ സ്നാക്സിൻ്റെ എണ്ണം കൂടുതലായി. ഇനി അത് ഉണ്ടാക്കി തിന്ന് തീർക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ച പഴംപൊരി അവിടെ ഇനി എല്ലാവരും തിന്ന് തീരുമെന്ന് തന്നെ സംശയത്തിലാണ് ചേട്ടൻ അങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞ് അപ്പച്ചനും വന്നു. അപ്പച്ചൻ വന്നപ്പോൾ പിന്നെയും കൊണ്ടുവരുന്നു സമൂസ 2 കൂടി. സമൂസ അപ്പച്ചൻ കുഞ്ഞൂസിനും സമൂസ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അപ്പച്ചൻ സമൂസ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോഴേക്കും അപ്പനും മക്കളും കൂടി പുറത്തേക്ക് നോക്കിയിരുന്ന് വർത്താനവും കളിയും ചിരിയൊക്കെയാണ് കേട്ടോ. അപ്പ വന്നാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് എനിക്ക് തലയ്ക്ക് ഇത്തിരി വെളിവ് കിട്ടും. ഞാനിനിയിപ്പോൾ ഈ സമൂസയും പഴംപൊരിക്ക് എന്ത് ചെയ്യുന്നുള്ള കൺഫ്യൂഷനിലാണ്. ചേട്ടൻ കൊണ്ടുവന്ന സമൂസയും പഴംപൊരിയും കവറിനകത്തിരിക്കണം. അപ്പച്ചൻ കൊണ്ടുവന്ന സമൂസ 2 അപ്പുറത്ത് ടേബിളിനകത്തിരിക്കണം. എനിക്കാണ് ഈ പഴംപൊരി പുറത്തുനിന്നുള്ളത് ഇഷ്ടമല്ല. പിന്നെ രാവിലെ ഉണ്ടാക്കിയ അപ്പം സ്റ്റൂ വേറെ ഇരിക്കണം. അതുകൂടാതെ അപ്പച്ചൻ ഇന്ന് ഉച്ചയ്ക്ക് വന്നപ്പോൾ 1 കിലോ ഇറച്ചിയും കൊണ്ട് വന്നു. ചേട്ടൻ വന്നപ്പോൾ 2 കിലോ ബീഫും കൊണ്ട് വന്നു. അതുകൊണ്ട് കുറച്ച് ഇന്ന് കറി വയ്ക്കാനും കുറച്ച് നാളെ ബീഫ് ബിരിയാണി വെക്കാനും എടുക്കാമെന്ന് തീരുമാനിച്ചു. എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.